എല്ലാ കൂട്ടുകാർക്കും മല്ലു ഫ്രീലാൻസറിന്റെ പുതിയൊരു ഫൈവർ സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള പല ആളുകൾക്കും ബയ്യർ റിക്വസ്റ്റിലൂടെ ഓർഡേഴ്സ് ലഭിച്ചു കഴിഞ്ഞു. ചില ആളുകളൊക്കെ പറഞ്ഞു ബയ്യർ റിക്വസ്റ്റ് മാത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട്, അതും വീഡിയോയിൽ കൂടെ പറയണമെന്ന് പറഞ്ഞു. ഞാനത് ആദ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ആദ്യത്തെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ബയ്യർ റിക്വസ്റ്റ് ആണ്. രണ്ട്, നമ്മുടെ ഗിഗ് ഏറ്റവും കൂടുതൽ നല്ല SEO ആയിട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പല ആളുകൾക്കും വന്നിട്ടുള്ള ഒരു സംശയമാണ്, ഈ ഓർഡർ കിട്ടിയിട്ടുള്ള ആളുകൾക്കാണ് കൂടുതൽ ഈ സംശയം ചോദിച്ചത്, എങ്ങനെയാണ് ഈ ബയ്യർ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അതിന്റെ ഒരു വീഡിയോ ചെയ്തു തരും എന്നുള്ളത്. അത് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റിക്വസ്റ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ അതിനുള്ളതാണ്. ഒരു ബയ്യർ എങ്ങനെ ഒരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അവർ ചെയ്യുന്നതിന്റെ റിക്വയർമെന്റ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ബയ്യർ റിക്വസ്റ്റിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ബയ്യർ റിക്വസ്റ്റിന്റെ സെക്ഷൻ നോക്കുക, അതിൽ വന്നിട്ട് റീഫ്രഷ് അടിക്കുക. എപ്പോഴും നമ്മളിങ്ങനെ റീഫ്രഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ആക്റ്റീവായിട്ടുള്ള ബയ്യർ റിക്വസ്റ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരുപാട് റിക്വസ്റ്റുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. നമുക്ക് പറ്റുന്ന ജോലി, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓഫർ സെൻഡ് ചെയ്യാം, സെൻഡ് ഓഫർ കൊടുത്തിട്ട് ഓഫർ സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരു ഫ്രീലാൻസർ ചെയ്യേണ്ട വർക്കല്ല, ഒരു ഫ്രീലാൻസർ ചെയ്യേണ്ട വർക്കല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, ഒരു ബയ്യർ ചെയ്യേണ്ടതാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന ബയ്യർ റിക്വസ്റ്റിന്റെ പുറകിലുള്ള സ്റ്റോറി എന്താണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ബയ്യർ അക്കൗണ്ടാണ്, സെല്ലർ അക്കൗണ്ട് അല്ല. നമ്മൾ ശ്രദ്ധിക്കുക, ഫ്രീലാൻസാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഫ്രീലാൻസിങ് ജോബുകളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതും റൺ ചെയ്യേണ്ടതും സെല്ലർ അക്കൗണ്ടാണ്. നമ്മൾ നമ്മുടെ സർവീസ് അതിലൂടെ സെല്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വിച്ച് ടു സെല്ലിംഗ് എന്നുള്ളത്. അതായത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ബയ്യർ മോഡിലാണ്, എനിക്ക് അതിൽ നിന്ന് സെല്ലർ മോഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിച്ച് ടു സെല്ലിംഗ് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബയ്യർ സെക്ഷനിലേക്ക് വന്നത് ഇപ്പം എന്തിനാണ്, നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ബയ്യർ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ പേജിൽ, നമ്മുടെ ഹോം പേജിൽ തന്നെ കാണുന്നുണ്ട് പോസ്റ്റ് റിക്വസ്റ്റ് എന്ന്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് തുറന്നു വരുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഫസ്റ്റ് തന്നെ നോക്കാം, ഡിസ്ക്രൈബ് ദ സർവീസ് യു ആർ ലുക്കിംഗ് ടു പർച്ചേസ്, പ്ലീസ് ബി ആസ് ഡീറ്റെയിൽ ആസ് പോസിബിൾ. അതായത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണമെന്ന്. നമ്മളിപ്പോൾ അവിടുന്ന് ബയ്യർ റിക്വസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെല്ലർ സെക്ഷനിൽ നിന്ന്, സെല്ലർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ബയ്യർ റിക്വസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഐഡിയ കിട്ടണം. എന്താണ് ആ വർക്ക്, എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെ കൊണ്ട് എന്ത് വർക്കാണ് ബയ്യർ ചെയ്യാൻ ഉദ്ദേശിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കണം. അപ്പോഴാണ് ഒരു സെല്ലർക്ക് അതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. ഒരു ഫ്രീലാൻസർക്ക് ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച്, ആ വർക്കിനെ കുറിച്ച് നല്ല ഐഡിയ കിട്ടത്തുള്ളൂ. ഇവിടെ ഞാൻ എഴുതുന്നത് I need a logo for my. അപ്പോൾ ഒരു സെല്ലർക്ക്, ഒരു ഫ്രീലാൻസർക്ക് നമ്മളോട് ഒരു ഡൗട്ട് ചോദിക്കാതെ, ഈ വന്നിരിക്കുന്ന ബയ്യറോട് ഒരു ഡൗട്ട് ചോദിക്കാതെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് I need a logo for my new YouTube ചാനൽ. അപ്പോൾ എനിക്ക് തോന്നുന്നതാണ്, എനിക്ക് മറ്റേതെങ്കിലും ഒരു ലോഗോ, മറ്റേതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലെയാണ് വേണ്ടത്, ഈ ഒരു മോഡലാണ് എനിക്ക് വേണ്ടത്, അങ്ങനെ കാണിക്കുന്നത് വിചാരിക്കുക. അവിടെയാണ് നമ്മൾ അറ്റാച്ച് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ അറ്റാച്ച് ഫയൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫയൽ, നമ്മുടെ സിസ്റ്റത്തിലുള്ള ഒരു ഇമേജ്, ഒരു സാമ്പിൾ ഇമേജ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ അറ്റാച്ച് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത്തരത്തിലുള്ള ഒരു ഫയൽ, ഇമേജോ അല്ലെങ്കിൽ വീഡിയോ കൂടി ഏത് ഫയലാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഏത് കാറ്റഗറിയിലാണ്, ഇപ്പം ഞാനിവിടെ ലോഗോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ വർക്ക് വരുന്നത്, അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ നിന്നുള്ള ഫ്രീലാൻസറെയാണ് നമുക്ക് വേണ്ടത്, ഏത് ഫ്രീലാൻസറുടെ മുന്നിലേക്കാണ് നമ്മുടെ ഈ പോസ്റ്റ് പോകേണ്ടത്, അത് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് ഈ ഏരിയയിലാണ്, ചൂസ് കാറ്റഗറി. നമ്മളിവിടെ ഗ്രാഫിക് ഡിസൈൻ കൊടുത്തു, അതിൽ നിന്നും ലോഗോ ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതോടെ ലോഗോ ഡിസൈൻ ആയിരിക്കും. ലോഗോ ഡിസൈൻ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ കാറ്റഗറിയിൽ ഗ്രാഫിക് ഡിസൈൻ, ലോഗോ ഡിസൈൻ, ഇതിൽ ഗ്രാഫിക് ഡിസൈൻ്റെ അണ്ടറിൽ ലോഗോ ഡിസൈനിൽ ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ മുന്നിലേക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ ബയ്യർ റിക്വസ്റ്റിന്റെ സെക്ഷനിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ പോസ്റ്റ്, ഈ റിക്വസ്റ്റ് പോകും. അപ്പോൾ അവർക്ക് ഇതിന് ഓഫർ സെൻഡ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് ലോഗോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്യാം. ഇപ്പോൾ അറിയാലോ, പല ആളുകളും ലോഗോ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ സ്പെഷ്യലി ചിലപ്പോൾ എഴുതും 3D ലോഗോ, വിൻറ്റേജ് ലോഗോ, ഹാൻഡ് റോൺ ലോഗോ, അതുപോലെ സിഗ്നേച്ചർ ലോഗോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാട്ടർ കളർ ലോഗോ, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ലോഗോസ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഗിഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പർട്ടിക്കുലർ ഏതെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ സെക്ഷനിലേക്ക്, അവരുടെ ഗിഗിന്റെ അല്ലെങ്കിൽ ബയ്യർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമ്മുടെ ഈ പോസ്റ്റ് പോകും. അപ്പോൾ ഇവിടെ ഈ കാറ്റഗറി ബയ്യർ ചൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ഈ കണ്ടന്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കാറ്റഗറി ചൂസ് ചെയ്തതിന് ശേഷം അടുത്ത സെക്ഷൻ വരുന്നത് ഡെലിവറി ടൈമാണ്. ഏത് ടൈമിലാണ് നമുക്ക് ഡെലിവറി, എത്ര ദിവസത്തിനുള്ളിലാണ് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള കണ്ടന്റ് ഇവിടെ ബയ്യർ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബഡ്ജറ്റ് എമൗണ്ട്, എത്രയാണ് അവരുടെ എമൗണ്ട് എന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ്, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബയ്യർ റിക്വസ്റ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞു.
ബയ്യർ ഒരു റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഈ ഗ്രാഫിക് ഡിസൈൻ, ലോഗോ ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഗിഗ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ കൊണ്ട് ചെയ്യാണിത്. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് എന്ത് ചെയ്യും, ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളുടെ ബയ്യർ റിക്വസ്റ്റ് സെക്ഷനിലേക്ക് പോകും. ഓക്കെ,